നമസ്കാരം, ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. കർഷകരെ കേരളം കൈവിടില്ല എന്നും നെൽകർഷകർക്കുള്ള പ്രോത്സാഹന ബോണസ് തുടരുമെന്നും സംസ്ഥാന കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ്. മന്ത്രി വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. അമ്പലപ്പുഴ മണ്ഡലത്തിലെ വികസന മഹോത്സവത്തിന് തുടക്കമായി. എച്ച് സലാം MLA വികസന മഹോത്സവത്തിന്റെ ഉദ്ഘാടനം നടത്തി. ചുഴലിക്കാറ്റും അനുബന്ധ ദുരന്ത പ്രതിരോധ തയ്യാറെടുപ്പുമായി ബന്ധപ്പെട്ട് ആലപ്പുഴ കളക്ടറേറ്റിൽ മോക്ക് ഡ്രിൽ നടത്തി. ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി, NDRF, ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി എന്നീ വകുപ്പുകളുടെ സംയുക്താഭിമുഖ്യത്തിലാണ് മോക്ക് ഡ്രിൽ സംഘടിപ്പിച്ചത്. ആലപ്പുഴ കുതിരപ്പന്തി TK മാധവ മെമ്മോറിയൽ UP സ്കൂളിന്റെ 68ാമത് വാർഷികവും യാത്രയപ്പ് സമ്മേളനവും അമ്പലപ്പുഴ MLA സലാം ഉദ്ഘാടനം ചെയ്തു. പറവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ 144ാമത് വാർഷികവും യാത്രയപ്പ് സമ്മേളനവും നടത്തി. അമ്പലപ്പുഴ MLA സലാം യാത്രയപ്പ് സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നടത്തി. വാർത്തകൾ വിശദമായി. കർഷകരെ കേരളം കൈവിടില്ല എന്നും നെൽകർഷകർക്കുള്ള പ്രോത്സാഹന ബോണസ് തുടരുമെന്നും സംസ്ഥാന കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് പറഞ്ഞു. മന്ത്രി വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. അന്നം തരുന്ന കർഷകരെ കേരളം ഉപേക്ഷിക്കില്ലെന്നും സംസ്ഥാനത്തെ നെൽകർഷകർക്ക് നെല്ലിനുള്ള താങ്ങുവിലയ്ക്ക് മുകളിൽ നൽകുന്ന പ്രോത്സാഹന ബോണസ് തുടരുമെന്നും കേന്ദ്ര സർക്കാരിനെ അറിയിച്ചതായി കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് പറഞ്ഞു. ആലപ്പുഴ ഗസ്റ്റ് ഹൌസിൽ സംഘടിപ്പിച്ച വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. നെല്ല് സംഭരിച്ചതിന്റെ പണം നൽകാനുണ്ട് എന്ന് ഒഴുക്കൻ മട്ടിൽ പറഞ്ഞു പോകാൻ പറ്റൂല. കേരളം കർഷകർക്ക് കൊടുത്ത പൈസയാണ് 1343 കോടി 83 ലക്ഷം രൂപ. കേരളം ചെലവാക്കിയ തുകയാണ്. ആ തുകയാണ് കേരളത്തിന് കിട്ടാനുള്ളത്. അപ്പൊ ഇങ്ങനെ സർക്കാരിനെ ഞെരുക്കി കഴിഞ്ഞാൽ കർഷകർക്ക് നൽകാനുള്ള പണം നൽകുന്നതിലുള്ള പ്രയാസം ഉണ്ടാവുകയും കർഷകർ ഈ പ്രതിഷേധങ്ങളെല്ലാം ഉണ്ടായി കർഷകർ ക്രമേണയായി കൃഷിയിൽ നിന്നും മാറുക എന്നുള്ള ഒരു ഗൂഢലക്ഷ്യത്തോടു കൂടിയാണ് ഈ പണം നൽകാതിരിക്കുന്നത് എന്ന് വേണം ഇപ്പോൾ കരുതാൻ. നിങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന സ്റ്റേറ്റ് ഇൻസെന്റീവ് ബോണസ് കൊടുക്കരുത് എന്ന് പറയുന്ന ഒരു നിലപാടിലേക്ക് ഇപ്പോൾ എത്തുന്നത് അതിന് മുന്നോടിയായി ഇത്തരം ചില കാര്യങ്ങൾ ചെയ്തു വെച്ചോണ്ടാണ്. 1343 കോടി രൂപ 43 കോടി 83 ലക്ഷം രൂപ കേരളത്തിൽ നൽകാനുള്ളത് നമ്മൾ കൊടുത്തു കഴിഞ്ഞ തുകയാണ്. ആ പൈസ നൽകാതിരിക്കുന്നു. ഇത് ബോധപൂർവമുള്ള നടപടികളുടെ ഭാഗമായിട്ട് വേണം അതിനെ കാണാൻ. മറ്റൊന്ന്, കേന്ദ്ര ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിലുള്ള ബാങ്കുകൾ കാണിക്കുന്ന സമീപനമാണ്. സപ്ലൈകോ നെല്ല് സംഭരിച്ച വകയിൽ കിട്ടാനുള്ള പൈസയ്ക്ക് ചെറിയ ക്ലറിക്കൽ എററിന്റെയും മറ്റും കാര്യം പറഞ്ഞ് നൽകാതിരിക്കുക. അതോടൊപ്പം തന്നെ ബാങ്കുകൾ കാണിക്കുന്ന സമീപനം രണ്ടാമതായി യഥാർത്ഥ ഉൽപാദന ചെലവ് കൂടി പരിഗണിച്ച് നെല്ലിന്റെ താങ്ങുവില അടിയന്തരമായി 40 രൂപയായി നിശ്ചയിക്കണമെന്നും കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. കുറഞ്ഞ താങ്ങുവില 40 രൂപയായി നിശ്ചയിക്കണമെന്ന കേരളത്തിന്റെ ആവശ്യത്തോട് കേന്ദ്രം മുഖം തിരിഞ്ഞു നിൽക്കുന്നതും പ്രോത്സാഹന ബോണസ് നിർത്തലാക്കണമെന്നുമുള്ള ആവശ്യവും കേരളത്തിലെ നെൽകർഷകരെ ബോധപൂർവം ദ്രോഹിക്കുവാൻ കേന്ദ്രം കൈക്കൊള്ളുന്ന നടപടികളാണെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നുവെന്നും നെൽകർഷകർക്ക് സംസ്ഥാന സർക്കാർ നൽകുന്ന പിന്തുണ തുടരുമെന്നും മന്ത്രി വ്യക്തമാക്കി. കടുത്ത സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും പ്രോത്സാഹന ബോണസും നിലനിർത്തും. കേന്ദ്ര സർക്കാരിന്റെ കമ്മീഷൻ ഫോർ അഗ്രികൾച്ചറൽ കോസ്റ്റസ് ആൻഡ് പ്രൈസസ് കണക്കുകൾ പ്രകാരം അഖിലേന്ത്യാ തലത്തിൽ നെല്ലിന്റെ ഉൽപാദന ചെലവ് കിലോഗ്രാമിന് 15.79 രൂപയാണ്. ഇതിന്റെ 1.5 ഇരട്ടി കണക്കാക്കിയാണ് MSP 23.69 രൂപയായി നിശ്ചയിച്ചിരിക്കുന്നത്. എന്നാൽ CACP തന്നെ കേരളത്തിന്റെ നെല്ലിന്റെ ഉൽപാദന ചെലവ് കിലോഗ്രാമിന് 21.46 രൂപയാണെന്ന് കണക്കാക്കുന്നു. ഈ ചെലവിന്റെ 1.5 ഇരട്ടി കണക്കാക്കിയാൽ കേരളത്തിൽ നെല്ലിന് കിലോഗ്രാമിന് 32.19 രൂപ ലഭിക്കേണ്ടതാണ്. ഈ പശ്ചാത്തലത്തിലാണ് നെല്ലിന്റെ സംഭരണ വില 40 രൂപയായി നിശ്ചയിക്കണമെന്ന ആവശ്യം സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് മുന്നിൽ ഉന്നയിച്ചിട്ടുള്ളതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. അമ്പലപ്പുഴ മണ്ഡലത്തിലെ 2ാം വികസന മഹോത്സവത്തിന് തുടക്കമായി. എച്ച് സലാം MLA വികസന മഹോത്സവത്തിന്റെ ഉദ്ഘാടനം നടത്തി. മണ്ഡലത്തിലെ 2ാം വികസന മഹോത്സവത്തിന് തുടക്കമായി. ഈ മാസം 28 വരെ നീളുന്ന വികസന മഹോത്സവത്തിന്റെ ഭാഗമായി പൂർത്തീകരിച്ചതും നിർമ്മാണം ആരംഭിക്കുന്നതുമായ 31 പദ്ധതികളുടെ ഉദ്ഘാടനമാണ് അമ്പലപ്പുഴ മണ്ഡലത്തിൽ സംഘടിപ്പിക്കുന്നത്. പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് അനുവദിച്ച 2 കോടി രൂപ ചെലവിൽ പൂർത്തിയാക്കുന്ന കഞ്ഞിപ്പാടം ഗവൺമെന്റ് LP സ്കൂളിലെ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണത്തിന് വികസന മഹോത്സവത്തിന്റെ ഭാഗമായി തുടക്കം കുറിച്ചു. എച്ച് സലാം MLA ചടങ്ങിന്റെ ഉദ്ഘാടനം നടത്തി. എന്നെ സംബന്ധിച്ച് ഞാൻ ആ സ്കൂളിലെ ഹാളില് ഒരുപാട് മീറ്റിംഗിൽ പങ്കെടുത്ത ഒരാളാണ്. വ്യക്തിപരമായി പറയുമ്പോൾ അത് പൊളിറ്റിക്കലായ മീറ്റിംഗ് ധാരാളം കൂടിയിട്ടുള്ളൊരു സ്ഥലമാണ് ഇവിടം.
അത് വളരെ വിദ്യാർത്ഥിയായിരിക്കും സമയം തൊട്ടതിന് കൂടിയിട്ടുണ്ട്. പിന്നീട് പഞ്ചായത്ത് പ്രസിഡന്റായി വന്ന ആ സമയത്ത് ഇവിടുത്തെ എല്ലാ ഗ്രാമസഭയും കൂടിക്കൊണ്ടിരുന്ന ഹാൾ നമ്മുടെ ഇവിടുത്തെ ഹാളാണ്. എല്ലാ ഒഫീഷ്യലായിട്ടുള്ള മീറ്റിങ്ങും കൂടാൻ പറ്റുന്ന ഈ പ്രദേശത്തെ ഏക സ്ഥലമായിരുന്നു. അപ്പൊ അങ്ങനെയെല്ലാം നമുക്കെല്ലാം സദസ്സിരിക്കാൻ നിങ്ങളെ പോലെ തന്നെ എനിക്കും നിശ്ചയമായും അങ്ങനെ ഒരു വ്യക്തിപരമായ ഒരു ആഴത്തിലെ ബന്ധം നമ്മുടെ ഈ സ്കൂളും ഈ പരിസരവുമായി ബന്ധപ്പെട്ട് നിശ്ചയമായിട്ടുണ്ട്. അപ്പൊ അങ്ങനെ എല്ലാമുള്ള സ്കൂളാണ് നമുക്ക് കൂടുതൽ മെച്ചമായ രീതിയിലേക്ക് മാറ്റി തീർക്കാൻ വേണ്ടിയുള്ളൊരു പരിശ്രമം നമ്മൾ കൂട്ടായി ചെയ്യുന്നത്. അതിന്റെ കോൺട്രാക്ടർ ഇവിടെ സന്നിഹിതരാണ്. കൃത്യമായ സമയത്ത് അത് പൂർത്തീകരിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണം എന്നും കൂടിയാണ് ഈ സമയത്ത് അഭ്യർത്ഥിക്കാനുള്ള ഒരു കാര്യം. നമ്മുടെ പ്രദേശത്തെ വിദ്യാലയങ്ങളുടെ പ്രവർത്തനത്തിൽ MLA എന്ന നിലയ്ക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചുമതലയേറ്റതിനു ശേഷം ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുത്തൊരു മേഖലയാണ് വിദ്യാഭ്യാസം. സ്കൂൾ കെട്ടിടങ്ങൾക്ക് പുറമെ റോഡുകൾ, പാലങ്ങൾ, അഗ്രി കോംപ്ലക്സ്, സമഗ്ര കാർഷിക പദ്ധതി, സ്റ്റേഡിയങ്ങൾ, കുടിവെള്ള പദ്ധതി, ആശുപത്രി പദ്ധതികൾ, ക്ഷേത്രം, അമ്യൂണിറ്റി സെന്റർ, ഓപ്പൺ എയർ ഓഡിറ്റോറിയം, ലൈബ്രറി മന്ദിരങ്ങൾ, ഹൈമാസ് ലൈറ്റുകൾ, സ്കൂൾ പാചകപ്പുര തുടങ്ങിയ പദ്ധതികളുടെ ഉദ്ഘാടനങ്ങളാണ് മഹോത്സവത്തിന്റെ ഭാഗമായി നടത്തുക. ഒന്നാം വികസനോത്സവത്തിൽ 35 പദ്ധതികളോളം നവംബറിൽ തന്നെ ഉദ്ഘാടനം ചെയ്തിരുന്നു. സ്കൂൾ അങ്കണത്തിൽ സംഘടിപ്പിച്ച സമ്മേളനത്തിൽ അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അനിത സതീഷ് അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് രജിത സന്തോഷ്, സ്ഥിരം സമിതി അധ്യക്ഷരായ S. ഹാരിസ്, ബുഷറ സലീം, നിഷ സന്തോഷ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ലേഖ മോൾ സനിൽ, പഞ്ചായത്ത് അംഗങ്ങളായ P. അരുൺ, ജീതു പ്രവീൺ, സഫിയ, AEO വി ഫാൻസി, പൊതുമരാമത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ A. നിഹാൽ, SMC ചെയർപേഴ്സൺ രശ്മി നികേഷ് എന്നിവർ സംസാരിച്ചു. സ്കൂൾ HM വിനി P. തോമസ് ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. ചുഴലിക്കാറ്റും അനുബന്ധ ദുരന്ത പ്രതിരോധ തയ്യാറെടുപ്പുമായി ബന്ധപ്പെട്ട് ആലപ്പുഴ കളക്ടറേറ്റിൽ മോക്ക് ഡ്രിൽ നടത്തി. ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി, NDRF, ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി എന്നീ വകുപ്പുകളുടെ സംയുക്താഭിമുഖ്യത്തിലാണ് മോക്ക് ഡ്രിൽ സംഘടിപ്പിച്ചത്. ചുഴലിക്കാറ്റനുബന്ധ ദുരന്ത പ്രതിരോധ തയ്യാറെടുപ്പുമായി ബന്ധപ്പെട്ട് ആലപ്പുഴ കളക്ടറേറ്റിൽ മോക്ക് ഡ്രിൽ നടത്തി. ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയും ദേശീയ ദുരന്ത നിവാരണ സേനയും ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയും സംയുക്തമായിട്ടാണ് മോക്ക് ഡ്രിൽ സംഘടിപ്പിച്ചത്. കളക്ടറേറ്റ് കെട്ടിടം തകർന്നു വീഴുന്നതായും രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുന്നതുമായുള്ള മോക്ക് ഡ്രില്ലാണ് നടത്തിയത്. ദുരന്ത മുന്നറിയിപ്പ് ലഭിക്കുന്ന ഘട്ടത്തിൽ മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ഇൻസിഡന്റ് റെസ്പോൺസ് സിസ്റ്റത്തിന്റെ പ്രവർത്തനം, കൺട്രോൾ റൂമുകളുടെ പ്രവർത്തനം, വിവിധ വകുപ്പുകളുടെ തമ്മിലുള്ള ഏകോപനം, ആശയവിനിമയോപാധികളുടെ കൃത്യമായ ഉപയോഗം, സൈറണുകളുടെ പ്രവർത്തനം, അപകട സ്ഥലത്ത് നടത്തുന്ന പ്രതികരണ രക്ഷാപ്രവർത്തനങ്ങളുടെ ഏകോപനം തുടങ്ങിയ സുപ്രധാന കാര്യങ്ങൾക്ക് മോക്ക് ഡ്രില്ലിൽ വിലയിരുത്തി. നിലവിൽ ഓരോ സംവിധാനങ്ങളും എത്രത്തോളം സജ്ജമാണെന്ന് പരിശോധിക്കപ്പെടുകയും പോരായ്മകളും സ്വീകരിക്കേണ്ട തുടർ നടപടികളും എന്തെന്ന് വിലയിരുത്തുന്നതിനും മോക്ക് ഡ്രിൽ ഉപകാരപ്രദമാകുമെന്നും അധികൃതർ വ്യക്തമാക്കി. ന്യൂസ് സ്റ്റാർ ന്യൂസ്, ആലപ്പുഴ. ആലപ്പുഴ കുതിരപ്പന്തി TK മാധവ മെമ്മോറിയൽ UP സ്കൂളിന്റെ 68ാമത് വാർഷികവും യാത്രയപ്പ് സമ്മേളനവും അമ്പലപ്പുഴ MLA ഇസ്ലാം ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ വാർഷികവും യാത്രയപ്പ് സമ്മേളനവും നടത്തി. കുതിരപ്പന്ത് TK മാധവ മെമ്മോറിയൽ UP സ്കൂളിന്റെ 68ാമത് വാർഷികവും യാത്രയപ്പ് സമ്മേളനവും അമ്പലപ്പുഴ MLA ഇസ്ലാം ഉദ്ഘാടനം ചെയ്തു. നാടിന്റെ സാമൂഹ്യ ചരിത്രത്തിലും വിദ്യാഭ്യാസ ചരിത്രത്തിലും സുപ്രധാനമായ ഒരു റോൾ വഹിച്ചിട്ടാണ് വിദ്യാലയം സഞ്ചരിക്കുന്നത്. ഇത്രയും വർഷമായി ഈ പ്രദേശത്തെല്ലാം കൂടെ ധാരാളം പേരെ അവർക്ക് അറിവ് പകർന്നു കൊടുക്കുകയും നമ്മുടെ സമൂഹത്തിന്റെ വ്യത്യസ്തമായ മേഖലകളിലേക്ക് നിരവധി ആളുകളെ വാർത്തെടുക്കുകയും ചെയ്ത ഒരു മഹത്തായ വിദ്യാലയമാണ്. മറ്റൊന്ന് TK മാധവ മെമ്മോറിയൽ സ്കൂളാണ്. കേരളത്തിന്റെ സാമൂഹ്യ നവോത്ഥാന ചരിത്രത്തിൽ
ടി.കെ. മാധവൻ വഹിച്ചിട്ടുള്ള പങ്ക് പൊതുവെ ചരിത്രത്തെ ശ്രദ്ധിക്കുന്നവർക്കെല്ലാം നല്ല ബോധ്യമുള്ള കാര്യമാണ്. നമ്മളെല്ലാവരും നല്ല വിദ്യാഭ്യാസ അവകാശത്തോടെയും പൗരാവകാശത്തോടെയും ഒക്കെ ജീവിക്കുന്നവരാണ്. അങ്ങനെ ജീവിക്കുന്ന മനുഷ്യർക്ക് ഈ നാട്ടില് മനുഷ്യനായി നിവർന്നു നിൽക്കാൻ പോലും കഴിയാത്തൊരു കാലം നമ്മുടെ മുന്നിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് സ്കൂൾ മാനേജർ ടി.ആർ. ഓമനക്കുട്ടൻ ചടങ്ങിൽ അധ്യക്ഷനായി. സീനിയർ അധ്യാപിക ആർ. സജിതയ്ക്ക് ചടങ്ങിൽ യാത്രയയപ്പ് നൽകി. ജില്ലാ ഗവൺമെന്റ് പ്ലീഡർ അഡ്വക്കേറ്റ് ലസിത ഡിക്രൂസ്, കൌൺസിലർ രശ്മി സനൽ, ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ എം.കെ. ശോഭന, SNDP ശാഖായോഗം സെക്രട്ടറി പി.കെ. ബൈജു, എസ്. പ്രദീപ്, മുൻ പ്രഥമാധ്യാപിക കെ.പി. ഗീത, PTA പ്രസിഡന്റ് അശോക് കുമാർ, MPTA പ്രസിഡന്റ് ഫൈറൂസ, വിദ്യാർത്ഥി പ്രതിനിധി മറിയം നിസാർ, അധ്യാപക പ്രതിനിധി A.K. അരുൺകുമാർ എന്നിവർ സംസാരിച്ചു. പ്രഥമാധ്യാപിക എസ്. രശ്മി ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. ഉദ്ഘാടന യോഗത്തെ തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും വേദിയിൽ അരങ്ങേറി. പറവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ 144ാമത് വാർഷികവും യാത്രയപ്പ് സമ്മേളനവും സംഘടിപ്പിച്ചു. അമ്പലപ്പുഴ MLA സലാം പരിപാടിയുടെ ഉദ്ഘാടനം നടത്തി. പറവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ 144ാമത് വാർഷികവും യാത്രയപ്പ് സമ്മേളനവും അമ്പലപ്പുഴ MLA സലാം ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ കേരളത്തിനാകെ കഴിയുന്നില്ല. അദ്ദേഹത്തിന് പൊതുവെ അറിയാൻ കഴിയും, കേരളത്തിലെ ഏതാണ്ട് 900ഓളം വരുന്ന പുതിയ സ്കൂൾ കെട്ടിടങ്ങൾ കഴിഞ്ഞ 10 വർഷക്കാലമായി നമ്മുടെ നാട്ടിൽ സർക്കാർ വിദ്യാലയങ്ങൾ സ്ഥാപിക്കപ്പെട്ടു എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല. ആ കേരളമാകെ ഒരു വലിയ കണക്ക് നമ്മൾ പറയുന്ന സമയത്ത് പറവൂർ സ്കൂളിനെ സംബന്ധിച്ചും ഈ 10 കൊല്ലത്തിനിടയിൽ ഈ സ്കൂളിൽ വന്ന മാറ്റം നമുക്ക് നേരെ എല്ലാവർക്കും ബോധ്യമായി നേരെ കാണാൻ പറ്റുന്നൊരു കാര്യമാണ്. നേരത്തെ ഉദ്ഘാടനം ചെയ്യപ്പെട്ട അതുകൊണ്ട് കഴിഞ്ഞ ഗവൺമെന്റ് സമയത്ത് ഉദ്ഘാടനം ചെയ്യപ്പെട്ടതുണ്ട്, ഈ ഗവൺമെന്റ് വന്ന ശേഷം പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്യപ്പെട്ടതുണ്ട്. ഇപ്പോൾ 3,90,00,000 രൂപ മുടക്കിയിട്ട് ഇപ്പോൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ബിൽഡിംഗ് ഉണ്ട്. അപ്പൊ അതെല്ലാം എത്രമാത്രം ഒരു പ്രകടമായി തന്നെ നമ്മുടെ സമൂഹത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നത് കാണാൻ പറ്റും. സർവീസിൽ നിന്നും വിരമിച്ച അധ്യാപിക KX സോളി, PT അധ്യാപിക C. സുമലേഖ, ഓഫീസ് അസിസ്റ്റന്റ് S. ഷീബ എന്നിവർക്ക് ചടങ്ങിൽ യാത്രയപ്പും വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും അമ്പലപ്പുഴ MLA സലാം നിർവഹിച്ചു. SMC ചെയർമാൻ K. മോഹൻകുമാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. IHRD ഡയറക്ടർ V. അരുൺകുമാർ, പഞ്ചായത്ത് പ്രസിഡന്റ് അജിത ശശി, സിനിമാ സീരിയൽ താരം നിത കർമ്മ, ജനപ്രതിനിധികളായ പ്രേംബാസി, അനിത ബാലൻ, ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ MP ജീവ, SMC വൈസ് പ്രസിഡന്റ് AP സരിത, MPTA പ്രസിഡന്റ് ശ്രീകുമാരി, സ്റ്റാഫ് സെക്രട്ടറി മിനിമോൾ വർഗീസ്, സീനിയർ അസിസ്റ്റന്റ് സുജാ ചന്ദ്രൻ, AP ബൈജു ബാസ്റ്റിൻ, വൈഷ്ണവ് S. അജിത് എന്നിവർ സംസാരിച്ചു. പ്രിൻസിപ്പൽ A. സുമ ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കർഷകരെ കേരളം കൈവിടില്ല എന്നും നെൽകർഷകർക്കുള്ള പ്രോത്സാഹന ബോണസ് തുടരുമെന്നും സംസ്ഥാന കൃഷി വകുപ്പ് മന്ത്രി P. പ്രസാദ് മന്ത്രി വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. അമ്പലപ്പുഴ മണ്ഡലത്തിലെ വികസന മഹോത്സവത്തിന് തുടക്കമായി. H. സലാം MLA വികസന മഹോത്സവത്തിന്റെ ഉദ്ഘാടനം നടത്തി. ചുഴലിക്കാറ്റും അനുബന്ധ ദുരന്ത പ്രതിരോധ തയ്യാറെടുപ്പുമായി ബന്ധപ്പെട്ട് ആലപ്പുഴ കളക്ടറേറ്റിൽ മോക്ക് ഡ്രിൽ നടത്തി. ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി, NDRF, ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി എന്നീ വകുപ്പുകളുടെ സംയുക്താഭിമുഖ്യത്തിലാണ് മോക്ക് ഡ്രിൽ സംഘടിപ്പിച്ചത്. ആലപ്പുഴ കുതിരപ്പന്തി TK മാധവ മെമ്മോറിയൽ UP സ്കൂളിന്റെ 68ാമത് വാർഷികവും യാത്രയപ്പ് സമ്മേളനവും അമ്പലപ്പുഴ MLA സലാം ഉദ്ഘാടനം ചെയ്തു. പറവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ 144ാമത് വാർഷികവും യാത്രയപ്പ് സമ്മേളനവും നടത്തി. അമ്പലപ്പുഴ MLA സലാം യാത്രയപ്പ് സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നടത്തി. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.